ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാമാരെ, നമ്മൾ ഫ്രീ ഫയർ 9th ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ഫിസ്റ്റ് സ്കിന്നായിട്ടും സ്കാർഫ് സ്കിന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കണം, യൂട്യൂബിലായിക്കോട്ടെ അതുപോലെ നമ്മൾ ഇൻസ്റ്റയിലായിക്കോട്ടെ എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. അപ്പം ശരിക്കും ഇത് ഉള്ളത് തന്നെയാണോ? അപ്പോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏത് ടൈമിലൊക്കെയാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് വരാവുന്ന 2 പെയ്ഡ് ഇവൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റ് ആണ്, 2 നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫെയർലി വീൽ ഇവൻ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ഡേറ്റീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ FF നെക്സ്റ്റ് വരാൻ പോകുന്നു. അപ്പോൾ ഈ വരുന്ന 24-ാം തീയതി വരാവുന്ന ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ചും ലീക്കേഴ്സിൻ്റെ സൈഡിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യില്ല ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസറും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മളെ ഗെയിമിംഗ് വിത്ത് മലയാളി ബ്രോ എന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഫസ്റ്റ് വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നമ്മൾ റെഡീം കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെഡീം കോഡ് സെക്ഷനാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ആർക്കാണ് കിട്ടിയെന്ന് അറിയില്ല, എന്തായാലും കിട്ടിയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനലും നമ്മൾ സെക്കൻഡ് ചാനൽ കൊടുക്കുന്ന പോലെ തന്നെ ഈ ചാനലിന് റെഗുലറായിട്ട് റെഡീം കോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനൽ ഇപ്പോൾ ഏകദേശം ഒരു 40 റെഡീം കോഡോളം നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചാനലും റെഡീം കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെഡീം കോഡിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരാൻ പോവുകയാണ്. എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റെഡീം കോഡിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ റെഡീം കോഡ് ഒരു വീഡിയോ തന്നെ കുറേ അധികം റെഡീം കോഡ് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് 3 റെഡീം കോഡ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ റെഡീം കോഡ് ഫേക്കാണ്, ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത റെഡീം കോഡാണ് അവിടെ കൊടുക്കുന്നതൊക്കെ പറയുന്നത് കുറച്ച് ആൾക്കാരെ, കുറച്ചൊന്നും പറയാലോ 1-2 ആൾക്കാരെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണണം തന്നെ അല്ല കേട്ടോ. അപ്പോൾ റെഡീം കോഡ് വേണമെന്നുള്ളൂ, അപ്പോൾ റിയൽ ആയാലും റെഡീം കോഡ് വേണമെന്നുള്ളൊരു വീഡിയോ കണ്ടുകൊണ്ട് റെഡീം കോഡ് എടുക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫേക്ക് ആയാലും കാര്യം കൊടുക്കുക, നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് റെഡീം കോഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം കമൻറ്റ് ഉണ്ടാവും. ആ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ വീഡിയോ കണ്ടുകൊണ്ട് റെഡീം കോഡ് എടുത്താൽ മതി, അത്രത്തിനുള്ള എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ചാനൽ നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന വീഡിയോ വഴി നിങ്ങൾക്ക് റെഡീം കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാരണം നോക്കുക, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു 800 കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നാളെ ഒരു 10 മണി വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ഒരു 800 ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കാണല്ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ആവട്ടെ, എല്ലാവരും പവർ ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ മച്ചാന്മാർ, നമ്മൾ സീറ്റ് ഹാർട്സ് ഇവൻ്റെ ഭാഗമായുള്ള ഫിസ്റ്റ് സ്കിന്ന് കണ്ടില്ലല്ലോ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് ഈ വരുന്ന 23-ാം തീയതി നമ്മൾ സീറ്റ് ഹാർട്സ് ഇവൻറ്റിലെ ലാസ്റ്റ് ആയിട്ടാണ് ഈ ഫിസ്റ്റ് സ്കിന്ന് ഒരു ബട്ടർഫ്ലൈ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസ്റ്റ് സ്കിന്ന് നമുക്ക് ഫെയർലി വീൽ ഇവനിലൂടെ വരുന്നുണ്ട്. 100% കൺഫേം ആട്ടോ. ഓൾറെഡി 21-ാം തീയതി, അപ്പോൾ ഇന്ന് ശരിക്കും ലോഞ്ച് ആവേണ്ടിയിരുന്നു, പക്ഷേ ഇവൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ 23-ാം തീയതിയാണ് ഇവൻറ്റ് ലോഞ്ച് ആവാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന യൂണിവേഴ്സ് റിംഗ് ഇവൻ്റെ 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതും വരാൻ പോകുന്ന ഈ വരുന്ന 24-ാം തീയതി ആട്ടോ. അപ്പോൾ 24-ാം തീയതി നമുക്ക് ഇങ്ങനെ ഒരു റിംഗ് ഇവൻറ്റ് കാണാൻ പറ്റും. ഇതിൽ ആദ്യം തന്നെ വരാൻ പോകുന്നത് നമ്മളെ മെയിൽ ബണ്ടിലാണ്. ബണ്ടിലൊക്കെ നോക്കും മാരക ലുക്ക് കേട്ടോ, രക്ഷയിലെ കിടിലനാല ബണ്ടിൽ തന്നെ പറയാൻ പറ്റും. അത് നമുക്ക് സ്പെഷ്യൽ എഫക്റ്റ് 2 തരത്തിലുണ്ട് കേട്ടോ. ഫസ്റ്റ് കണ്ട് നോക്കുക, നമ്മൾ എനിമിനെ നോക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കില്ലൊക്കെ ചെയ്യല്ലോ. ആ ടൈമിൽ നമ്മൾ പുറകിലായിട്ട് ഇതുപോലെ തന്നെ ഒരു സ്റ്റോൺ മാൻ്റെ പോലെ ഒരു ഷാഡോ വരും, ഒരു മനുഷ്യൻ്റെ പോലെ ഒരു സംഭവം വരും. നിങ്ങൾ കാണേണ്ട സ്റ്റോണുകളൊക്കെ പാടെ കൂടിച്ചേർന്ന് ഒരു സംഭവം നിൽക്കുന്ന പോലെ, ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലുള്ള ഒരു ഷേപ്പ് വരും. സെക്കൻഡ് വേണ്ട നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിലുള്ള സ്റ്റോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ 2 എഫക്റ്റ് കേട്ടോ. അതുപോലെ നമ്മൾ ഫീമെയിൽ ബണ്ടിലും ഇതേ സെയിം ആയ എഫക്റ്റാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫീമെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിഡിലനായിട്ടാണ് നമ്മൾ ഗറീന് മേക്ക് ചെയ്യുള്ളത്. 2 ബണ്ടിലും മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും അടിപൊളിയായിട്ടാണ് നമ്മളെ ഗറീന് ഈ പ്രാവശ്യം മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രീ ബണ്ടിലെ കാര്യം പറയാൻ വേണ്ട അടിപൊളിയായ ബണ്ടിലാണ് നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ബണ്ടിലെ വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇമേജാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, എന്തായാലും വീഡിയോ ക്ലിപ്പും കിട്ടുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിലൊരു കോഡാലിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. ഓക്കെ, നല്ല എഫക്റ്റൊക്കെ ഒരു കോഡാലിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. അടുത്ത് വരാൻ പോകുന്നൊരായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് സ്കിന്നാട്ടോ, സ്റ്റോൺ ടൈപ്പ് ആയ ഒരു ബാക്ക് സ്കിന്നും ഇതുപോലെ വരുന്നുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ പോസിബിളി നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഈ ബൈക്ക് സ്കിന്ന് നമുക്കിതിൽ വന്നേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ബൈക്ക് സ്കിന്ന് കാണുന്ന ടൈമിൽ എന്താണിത് കാട്ടിക്കൂട്ടിയ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്താ സംഭവം എന്ന് പറയാൻ പറ്റുന്നില്ല. അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഇത് ടോപ്പപ്പിലൂടെ വരാനും ചാൻസ് ഉള്ളതുപോലെ അപ്ഡേറ്റ് പറയേണ്ടി. എന്തായാലും 24-ാം തീയതിയാണ് ഈ റിംഗ് ഇവൻ്റ് നമ്മൾ FFൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ FFലേക്ക് ന്യൂ ആയിട്ട് അത് നമുക്ക് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൈഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇമോട്ട് വരാൻ വേണ്ടി ഒരു സ്കോഡ് ഇമോട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. സംഭവം നോക്കുകയാണെങ്കിൽ ഒരു മ്യൂസിക് തീം ആയാലൊരു ഇമോട്ടാണ്. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റോപ്പ് ആയാലൊരു ഇമോട്ട് കൂടി കേട്ടോ. വൺ ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കിത് ഓഫ് ആക്കുന്ന വരെ പിന്നീട് നമ്മൾ ഇമോട്ട് ഓഫ് ചെയ്യുന്ന വരെ ഇത് ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് സ്കോഡ് ഇമോട്ടാണെന്നാണ് അപ്ഡേറ്റ് കിട്ടിയുള്ളത്. അപ്പോൾ ഇത് വരാവുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 26-ാം തീയതി കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മൾ FFലേക്ക് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് ഈ വരുന്ന 24-ാം തീയതി സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി വരാൻ സാധ്യതയുള്ള ഈ ട്രിപ്പിൾ സ്റ്റോറിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൺഫേം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അറിയിക്കാരം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ന്യൂ ആളൊരു ബാനറാണ് ഈ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു 100% കൺഫേം ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഹൈലി ചാൻസ് ഉള്ളത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ട്രിപ്പിൾ സ്റ്റോർ ആട്ടോ. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ബണ്ടിൽ പാഷൻ സെക്ഷനിൽ വരാവുന്ന ബണ്ടിൽസാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫീമെയിൽ ബണ്ടിൽ, മൂന്നാമതായിട്ട് ഈ മെയിൽ ബണ്ടിൽ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് റാൻഡമായിട്ടും കുറച്ച് ബണ്ടിൽ നമുക്ക് പാഷൻ സെക്ഷനിൽ കാണാൻ പറ്റും. അത് നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിൽ നമ്മൾ FF ടോക്ക് സ്റ്റോറിൽ നിന്ന് വരാമെന്ന ബണ്ടിനെ കുറിച്ച് കൺഫർമേഷൻ വന്നിട്ടില്ല കേട്ടോ. വെയിറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് കൺഫർമേഷൻ കിട്ടും. അപ്പോൾ നാളെ തന്നെ കിട്ടാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയ കണ്ടന്റ് ആണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഫ്രീ ഫയർ ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ഫിസ്റ്റ് സ്കിന്ന് കിട്ടാൻ പോകുന്ന കൂട്ടം നിങ്ങൾ എല്ലാവരും യൂട്യൂബ് വഴിയും അത് നമ്മൾ ഇൻസ്റ്റാ വഴിയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ചാനലായിക്കോട്ടെ നമുക്ക് 2 ചാനലിലെ കൂട്ടം എല്ലാവർക്കും അറിയിക്കാം. അപ്പോൾ അവിടെയൊക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് നമുക്ക് ഫ്രീ ആയ ഫിസ്റ്റ് സ്കിന്നെ കുറിച്ചിട്ടാട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പോലും കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് ചാനൽ ചെയ്തുള്ള വീഡിയോയിൽ ഞാൻ കമൻറ്റിൻ്റെ ആൻസർ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവരുണ്ടാവും. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് മിഷൻ നോക്കണം. മിഷൻ എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം തന്നെയാണ്. മിഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ 23,000 ഡാമേജിൻ്റെ ഒരു മിഷനാണ്. അത് നമുക്ക് നോക്കണം CS അല്ലെങ്കിൽ BR റാങ്ക്ഡ് മോഡിൽ നമ്മൾ കംപ്ലീറ്റിൻ്റെ മിഷൻ നല്ല ടഫായ മിഷനാണ് കേട്ടോ. വരാണെങ്കിൽ ഇപ്പോൾ മാക്സിമം ആൾക്കാരെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റണമെന്നില്ല. 23,000 ഡാമേജൊക്കെ തന്നെയാണ്. 1 മണിക്കൂർ കൊണ്ടൊന്നും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് മിഷൻ ഇതാണ്. നെക്സ്റ്റ് ആയിരുന്നു സ്കാർഫിൻ്റെ ഒരു ഇവൻ്റ് കൂടി ഇപ്പോൾ ലീക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്കാർഫിൻ്റെ വീഡിയോ ഇപ്പോൾ കുറഞ്ഞ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നുണ്ട് തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഫിസ്റ്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സ്കാർഫിൻ്റെ മിഷൻ നോക്കണം ബുയ മിഷൻ ആട്ടോ. അപ്പോൾ 6 ടൈം ബുയ അടിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ CS BR റാങ്ക്ഡ് മോഡിൽ അതുപോലെ തന്നെ നമുക്ക് ഈ 3 സ്കാർഫ് കിഡിലും സ്കാർഫുകളാണ്. അതിന് ഒരു സ്കാർഫ് സെലക്ട് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പറയാനൊരു കാരണം നോക്കണം. ഇങ്ങനെ ഒരു ഇവൻറ്റ് വരും വിചാരിച്ച ആരും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റേ വരാൻ പോകുന്നില്ല. ഇത് 100% ഒരു ഫേക്കാല ന്യൂസ് ആട്ടോ. ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റേ വരാൻ പോകുന്നില്ല. അപ്പോൾ വരാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഗറിന് എന്തായാലും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഫിസ്റ്റിൻ്റെ ഒക്കെ ഇമേജ് നമുക്ക് ശരിക്കും നമ്മൾക്ക് 9th ആനിവേഴ്സറിൻ്റെ ബാനറിലൊക്കെ കൊണ്ടുവരേണ്ടതാണ്. ഫിസ്റ്റൊക്കെ പറയുമ്പോൾ നമുക്ക് ബണ്ടിലേക്കാളും വെറുത്ത ലൈറ്റല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടാനേ പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലം കിട്ടുന്നില്ല. അപ്പോൾ അപ്കമിങ് ആയിട്ടൊക്കെ ഭാവിയിൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഒരു കിഡിലനാല ബണ്ടിൽ കിട്ടുന്നുണ്ട്. കാർ സ്കിന്ന്, പാൻ സ്കിന്ന്, പാരച്യൂട്ട്, അതുപോലെ തന്നെ ഗ്രനേഡ് സ്കിന്ന്, ഗൺ സ്കിൻ, അങ്ങനെ കുറേ അധികം ഐറ്റംസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ സെക്കൻഡ് ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണേണ്ടവർ കാണാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന മെയിൽ ബണ്ടിലെ വീഡിയോ ആണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ബണ്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബണ്ടിലീസ് നമ്മൾ ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെയൊക്കെ നല്ല കിഡിലനാല് മെയിൽ ബണ്ടിലൊക്കെ നമ്മൾ ഗറിന് ഫ്രീ ആയിട്ട് തരുന്നു കേട്ടോ. ആരും മിസ് ചെയ്യല നല്ലൊരു ബണ്ടിലാണ്. 10ൽ എത്ര മാർക്ക് ഈ ബണ്ടിൽ കൊടുക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനീ നോക്കുകയാണെങ്കിൽ ഒരു 7.5 മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ 10ൽ എത്ര മാർക്കാണ് ഈ ബണ്ടിൽ കൊടുക്കാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്കില്ല പല കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഫേഡൽ വീൽ ഇവനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മനസ്സിലാവണ്ടോ നെക്സ്റ്റ് വരാൻ പോകുന്ന ഫേഡൽ വീൽ ഇവൻ്റെ ഏതൊക്കെയെന്ന്. അപ്പോൾ അതിന് വരാൻ പോകുന്ന 23-ാം തീയതി സ്വീറ്റ് ആർട്സ് ഇവൻ്റെ ഭാഗമായ ഫിസ്റ്റ് സ്കിൻ്റെ ഒരു ഫേഡൽ വീൽ ഇവൻ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 26-ാം തീയതി നമുക്ക് സ്കോഡ് ഇമോട്ട് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായ സ്കോഡ് ഇമോട്ടിൻ്റെ ഒരു ഫേഡൽ വീൽ ഇവൻ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫേഡൽ വീലിനൊക്കെ മാക്സിമൈസ് ഈ മന്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 50% ഓഫർ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് മെമ്പർഷിപ്പിൽ വരുമെന്നാണ് ചോദിക്കുന്നത്.
ഇപ്പോൾ മെമ്പർഷിപ്പിൽ നമുക്ക് ഫ്രീ ഫയറിൽ ഇതുവരെ നമുക്ക് 50% ഓഫറൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം കൊണ്ടുവരുമെന്ന് അറിയില്ല. ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഓൾറെഡി സൂചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും കാര്യമായ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഓഫർ വരാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോറിൽ ഒത്തിരി നമ്മളെ ഗിഫ്റ്റ് സെക്ഷനിൽ അവിടെയൊക്കെ നമുക്ക് ഐറ്റംസിന് 50% ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യം നമുക്കൊരു കൺഫേം ചെയ്യാനായിട്ടില്ല. ഓൾറെഡി നമുക്കൊരു സൂചന കിട്ടിയതന്നെ ഉള്ളൂ, ലീക്ക് പോലും പറയാനില്ല, ഒരു സൂചന മാത്രം തന്നെ ഉള്ളൂ. ഇപ്പം നമുക്ക് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത കമൻറ്റ് നോക്കാം, നമുക്ക് ബ്ലൂ ലോക്ക് ഇവൻറ്റ് എപ്പോൾ വരും, അതുപോലെ തന്നെ 1000 ഡയമണ്ട് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചില്ല. എന്തെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബണ്ടിൽ തന്നെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം യൂണിവേഴ്സ് ടോക്കൺ കളക്ട് ചെയ്യാൻ നോക്കുക. 1000 ഡയമണ്ട് കൊണ്ട് മാത്രം നമുക്ക് ബണ്ടിലൊക്കെ എടുക്കാൻ പറ്റുമോ വെച്ചാൽ ലക്ക് വേണ്ടി വരും, നമുക്ക് വീണ് കിട്ടാൻ ലക്ക് വേണ്ടി വരും. അപ്പോൾ അതിന് ബ്ലൂ ലോക്ക് വേണ്ടി വരാമെന്ന് ജൂലൈ 17 കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബണ്ടിൽസിൻ്റെ റിംഗ് ഇവൻ്റ് ഒക്കെ നമ്മൾ FFൽ പ്രതീക്ഷിക്കുക. നെക്സ്റ്റ് ആയിട്ട് ബണ്ണി ഇവൻറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ബണ്ണി ഇവൻറ്റിനെ കുറിച്ച് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, വീഡിയോയിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ ഫ്രീ ഫയറിലൊക്കെ അപ്കമിങ് ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഇവൻറ്റിനെ കുറിച്ചോ ഐറ്റംസിനെ കുറിച്ചോ അങ്ങനെ എന്തായാലും അറിയുന്നത് നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റും കാറിലൊക്കെയാണ് മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ അതിന് ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകണം. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളൊരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുതന്നെ നമ്മൾ 2 ചാനലാട്ടോ, ഒന്ന് നമുക്ക് മലയാളി ബ്രോ ഒറിജിനൽ നമ്മളെ സെക്കൻഡ് ചാനലും, അതുതന്നെ ഈ ഗെയിമിംഗ് വിത്ത് മലയാളി ബ്രോ എന്ന് നമ്മളെ ഫസ്റ്റ് ചാനൽ, 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 2 ചാനൽ ഇനി റെഗുലറായിട്ട് വീഡിയോ വരും, അതുപോലെ തന്നെ റെഡീം കോഡും വരും കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.